നമസ്തേ. വിശേഷണ വിശേഷ്യത്തിൻ്റെ നമുക്ക് ലിംഗം അനുസരിച്ചുള്ള മാറ്റം നമ്മൾ കണ്ടു. ഇനി വചനം അനുസരിച്ചുള്ള മാറ്റം എങ്ങനെയാണെന്ന് നോക്കാം. നമ്മൾ ഇതിൻ്റെയൊക്കെ ക്ലാസ്സസ് നമ്മൾ കണ്ടു, പക്ഷേ ഉദാഹരണങ്ങൾ കുറച്ചുകൂടി എടുത്തിട്ട് നമ്മൾ നോക്കാൻ. ബാലികേ സ്തഹ, ബാലിക ബാലികേ. ബാലിക ആകാരാന്ത സ്ത്രീലിംഗത്തിൻ്റെ ദ്വിവചന രൂപമാണ് ബാലികേ. മാല മാലേ മാലാഹ, സീത സീതേ സീതാഹ. രണ്ട് പെൺകുട്ടികൾ, അതുകൊണ്ടാണ് സ്തഹ എന്ന് വന്നത്. ഉണ്ട്. അസ്തി സ്തഹ സന്തി, രണ്ട് പെൺകുട്ടികൾ ഉണ്ട്. ഇനി ആ പെൺകുട്ടികളെ നമ്മൾ വിശേഷണം വെച്ച് സൂചിപ്പിക്കണം. സുന്ദരി എന്ന് കൊടുത്തിട്ടുണ്ട്. രണ്ട് പേര് എന്ന് പറയുമ്പോൾ എങ്ങനെയാക്കും? സുന്ദരി ഈകാരാന്ത സ്ത്രീലിംഗ രൂപത്തിൻ്റെ ദ്വിവചന രൂപം. സുന്ദരി 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 നദീ നദ്യൗ നദ്യഃ, നദ്യഃ നദീ നദ്യൗ നദ്യഃ. അതേപോലെ സുന്ദരി സുന്ദരിയൗ എന്ന് വരും. സുന്ദരിയൗ, സുന്ദരിയൗ. സുന്ദരിയൗ ബാലികേ സ്തഹ. ഇത് സ്ത്രീലിംഗം, അതുകൊണ്ട് ഇതും സ്ത്രീലിംഗം. സുന്ദരി ആയതുകൊണ്ട് അതിൻ്റെ ദ്വിവചന രൂപം ഇങ്ങനെയാണ്. ഇനി നപുംസകലിംഗം നമുക്ക് നോക്കാം. വസ്ത്രാണി സന്തി, വസ്ത്രം വസ്ത്രേ വസ്ത്രാണി. നപുംസകലിംഗ ശബ്ദത്തിൻ്റെ ബഹുവചന രൂപമാണിത്, അതുകൊണ്ടാണ് സന്തി എന്ന് വന്നത്. അതും ബഹുവചനാണല്ലോ. അസ്തി സ്തഹ സന്തി, വസ്ത്രങ്ങൾ ഉണ്ട്. ഇങ്ങനെയുള്ള വസ്ത്രങ്ങളാണ് നൂതനമായിട്ടുള്ള വസ്ത്രങ്ങൾ. അപ്പം നൂതന ശബ്ദവും ഇതേപോലെ ബഹുവചന രൂപം വരണം. എങ്ങനെയാണ്? നൂതനാനി വസ്ത്രാണി എന്ന് വരുന്നുണ്ടല്ലോ. നൂതനം നൂതനേ നൂതനാനി, നൂതനാനി. ഇവിടെ തന്നെ ബാലകഃ എന്ന് വന്നിരുന്നെങ്കിൽ സുന്ദരഃ എന്ന് വന്നേനെ. ബാലകഃ അസ്തി, സുന്ദരഃ ബാലകഃ അസ്തി. രണ്ടെണ്ണം വന്നിരുന്നെങ്കിൽ ബാലകൗ, രാമഃ രാമൗ, ബാലകഃ ബാലകൗ, ബാലകൗ സ്തഹ. അപ്പോൾ സുന്ദരഃ എന്നുള്ളത് എങ്ങനെയാകും? സുന്ദരൗ ബാലകൗ സ്തഹ എന്ന് വരും. ശരി, ഇനി നമുക്ക് നോക്കാം. യുവകൗ സ്തഹ. ഇതും അകാരാന്ത പുല്ലിംഗ ശബ്ദത്തിൻ്റെ ദ്വിവചന രൂപമാണ്. യുവകൗ, യുവകഃ യുവകൗ. രണ്ട് യുവകന്മാര് ഉണ്ട്. എങ്ങനെയുള്ള യുവകന്മാരാണ്? വീര. അപ്പോൾ വീരഃ വീരൗ, വീരൗ. ഇത് പുല്ലിംഗ ശബ്ദം, ഇത് നപുംസകലിംഗ ശബ്ദം, ഇത് സ്ത്രീലിംഗ ശബ്ദം. അപ്പം ഇവിടെ നമ്മൾ കണ്ടു വിശേഷ്യത്തിൻ്റെ വചനം അനുസരിച്ച് ഇത് മാറും. വചനം ഏതാണോ വിശേഷ്യത്തിൻ്റെ അതേപോലെ തന്നെയായിരിക്കും വിശേഷണത്തിൻ്റെയും. അപ്പം ഏതാണോ ലിംഗം അതേപോലെ ആയിരിക്കും ലിംഗം, ഏതാണോ വചനം അതേപോലെ ആയിരിക്കും വചനവും. കൂടുതൽ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.